പ്രധാനമന്ത്രി വിശദീകരിച്ചതിൻ്റെ കൂടുതൽ വിലയിരുത്തലുകളുമായി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഏറ്റവും പ്രധാനമായി ലോകത്തോടായി ചില പ്രഖ്യാപനങ്ങൾ കൂടി പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. കാരണം ഇനി പാകിസ്ഥാനുമായ ഒരു ചർച്ച എന്നത് ഭീകരവാദത്തെക്കുറിച്ചുള്ള ചർച്ചയാകാം, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചുള്ള ചർച്ചയാകാം, അതിനപ്പുറത്ത് വ്യാപാരത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ ഒന്നുമുള്ള ചർച്ച തൽക്കാലം ഇനി ഉണ്ടാവില്ല എന്ന് കൃത്യമായ മെസ്സേജ് കൊടുക്കുന്നു. ഇനി ആണവ ഭീഷണിക്ക് മുന്നിൽ, ബ്ലാക്ക് മെയിലിങ്ങിന് മുന്നിൽ ഇന്ത്യ നിന്നുകൊടുക്കില്ല എന്ന മെസ്സേജ് കൂടി കൊടുക്കുന്നു. എങ്ങനെയാണ് പൊതുവെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ സംസാരത്തിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്തു പറയാൻ ഉള്ളത്? ഞാൻ അതിനു മുമ്പ് ഒരു 10 സെക്കൻഡ് ഞാൻ എടുക്കും. കാരണം ഈ കറാച്ചി ബേക്കറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ ഇടപെടണം എന്ന് വിചാരിച്ചു പോയി. കാരണം ഞാൻ 5 വർഷം ഹൈദരാബാദിൽ ഈ ജോലിയുടെ ഭാഗമായിട്ട് ജീവിച്ച ഒരാളാണ്. എൻ്റെ വീട്ടിലിപ്പോഴും കറാച്ചി ബേക്കറിയിലുള്ള കറാച്ചി ബിസ്ക്കറ്റ്സിൻ്റെ കവറുകൾ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഓരോ തവണ ലീവിന് വരുമ്പോഴും ഇത് കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. ഇത് ആദ്യമായിട്ടല്ല എന്ന് കൂടി അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് ഉറിയിൽ ആക്രമണം ഉണ്ടായപ്പോഴും ബലാക്കോട്ടിലെ ആ സമയത്തും ഒക്കെ കറാച്ചി ബേക്കറിക്ക് നേരെ, കറാച്ചി ബേക്കറി പറഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള ഒരു ബേക്കറിയല്ല, ഹൈദരാബാദിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയ വ്യാപാര ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള വലിയ ഏജൻസി ഉള്ളൊരു സ്ഥാപനമാണത്. ആ കറാച്ചി ബേക്കറിക്ക് നേരെ ഇതിനു മുമ്പും പാകിസ്ഥാനിൽ എപ്പോഴെല്ലാം എന്തെങ്കിലും രൂപത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോഴൊക്കെ ഈ പാവപ്പെട്ട കറാച്ചി ബേക്കറിയെ ആക്രമിക്കുന്ന പതിവാണ്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇത്തവണ ഇനിയിപ്പോൾ പേടിക്കേണ്ട, തിരങ്ക യാത്രയിൽ ഈ കാര്യങ്ങളൊക്കെ അണികളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഏർപ്പാട് കൂടി ചെയ്യുമായിരിക്കും. അതുകൊണ്ട് ഈ വിക്രം മിസ്ത്രിയെ ആക്രമിക്കരുത് എന്നും ഹിമാൻഷി നർവാളിനെ ആക്രമിക്കരുതെന്നും ആരതി രാമേന്ദ്രനെ ആക്രമിക്കരുതെന്നും കറാച്ചി ബേക്കറി ആക്രമിക്കരുതെന്നും ഒക്കെ അതോടെ അവർ പഠിക്കുമെന്ന് വിചാരിക്കാം. എനിക്ക് തോന്നുന്നില്ല അത് ഇനിയും തുടരും. അതാണല്ലോ ജിങ്കോയിസം എന്ന് പറയുന്നത്. ഞാൻ വാർത്തയിലേക്ക് വരാം. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അതായത് ഒരുപക്ഷെ ഒരു ലോക നേതാവ്, ഒരു പ്രധാനമന്ത്രി ഞങ്ങൾ ആണവ ഭീഷണിക്ക് മുന്നിൽ, ആണവ ബ്ലാക്ക് മെയിലിംഗ് മുന്നിൽ കീഴടങ്ങില്ല എന്ന് പറയുന്ന ഒരുപക്ഷെ എത്രയോ നാളുകൾക്ക് ശേഷം, നമുക്കറിയാം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ യുദ്ധമൊക്കെ ആസന്നമായ പല സാഹചര്യത്തിൽ പോലും ഞങ്ങളതിന് മുന്നിൽ കീഴടങ്ങില്ല എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിലും ലോകത്തോടും പറയുന്നൊരു സാഹചര്യം അത് അപൂർവമാണ്. അത് മോദി ഇന്ന് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിനകത്ത് ആദ്യം പറയേണ്ട ഒരു കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് അദ്ദേഹം പലതവണ ആവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്? അതിന് മറുപടി അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യൻ സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞതിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. അത് ആദ്യം തന്നെ, അത് ഒരുപക്ഷെ അവരുടെ ആ ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയാൻ ഉദ്ദേശിച്ചതായിരിക്കും. പിന്നീടാണ് ഈ മറ്റു കാര്യങ്ങളിലേക്ക്, പാകിസ്ഥാനിലേക്കും ഭീകരതയിലേക്കും പോകുന്നത്. നേരത്തെ സനീഷ് പറഞ്ഞ പോലെ പാകിസ്ഥാൻ എന്നുള്ള പേര് പലതവണ ആവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പാകിസ്ഥാൻ എന്നുള്ള പേര് പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ അദ്ദേഹം കൂട്ടി പറയുന്നൊരു പേര് ഭീകരത എന്നുള്ളതാണ്. ഈ 2 വാക്കുകൾ ഒന്നിച്ച് ചേർത്ത് പറയാനാണ്, അല്ലെങ്കിൽ അത് ലോകത്തിന് മുന്നിൽ സമർത്ഥിക്കാനാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും, അതായത് ഭീകരവാദത്തിൻ്റെ സർവകലാശാലയാണ് പാകിസ്ഥാൻ, ഭീകരവാദത്തിൻ്റെ സ്വർഗമെന്നാണ് കഴിഞ്ഞ ദിവസം ഇതേ വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത്. അതുമാത്രമല്ല, ബഹവൽപൂരും മുരളിക്കയും ഭീകരവാദത്തിൻ്റെ സർവകലാശാലകളാണ്. ആ സർവകലാശാലകൾ നശിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു. അങ്ങനെ വളരെ വിശദമായി ഏതാണ്ട് ആ രൂപത്തിലല്ല, അതായത് ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് തുടങ്ങി പാകിസ്ഥാൻ എന്ന പേരിലേക്കും ഭീകരവാദം എന്ന പേരിലേക്കും അവസാനം ഏറ്റവും ഒടുവിൽ ഇനി ഒരു കാരണവശാലും പാകിസ്ഥാനുമായി എന്തെങ്കിലും ഒരു ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ ആ ചർച്ച ഭീകരതയുടെ പേരിലായിരിക്കും, ഭീകരവാദം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളായിരിക്കും നടത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, രാജ്യത്തിൻ്റെ ശക്തി ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം വരുന്ന സൈനിക ഉദ്യോഗസ്ഥർ എല്ലാവരും ഇക്കാര്യം ആവർത്തിച്ച് ശ്രമിക്കുന്നുണ്ട്. അതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പാകിസ്ഥാനിലെ പരിശീലന കേന്ദ്രങ്ങൾ, അതായത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പരിശീലന കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യ ഒരു അഭിമാനപൂർവ്വം, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയാണ് എന്ന് അതിൽ ഒരു വരി കൂടി പറയുന്നുണ്ട്. ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ഭീകരവാദികളെ അല്ലെങ്കിൽ ഭീകര സംഘങ്ങളെ ബോധിപ്പിക്കാൻ, ലോകത്തെ ബോധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി കൺട്രി ഫസ്റ്റ് എന്നുള്ളത്, രാജ്യം എല്ലാത്തിനും മുകളിലാണ് എന്ന് ഇന്ത്യക്കുള്ളിലും ലോകരാജ്യങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായത്, ഈ പഹൽഗാമിലുണ്ടായത് ഭീകരവാദത്തിൻ്റെ അത് ബാർബേറിയൻ എന്നുള്ള പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ പഹൽഗാമിലുണ്ടായത് അതായത് ഭീകരവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെന്ന് പാകിസ്ഥാൻ എന്ന് ആവർത്തിച്ച് ശ്രമിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നുള്ളതും അതിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ തുടർച്ചയെന്നോണം പറയാൻ കഴിയുന്നത്. ഇന്ത്യയുടെ ഒരടിയിൽ, അദ്ദേഹത്തിൻ്റെ ഈ ഓരോ സെൻറ്റൻസും വളരെ ഷാർപ്പാണ്. ഇന്ത്യയുടെ ഒരടിയിൽ പാകിസ്ഥാൻ വിറച്ചുപോയി, ഒപ്പം ഭീകര കേന്ദ്രങ്ങളും വിറച്ചുപോയി എന്നുള്ളതാണ്. ഇനി ഒരു തരത്തിൽ പോലും തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ ഭീകര കേന്ദ്രങ്ങളെ അവരുടെ
കേന്ദ്രങ്ങളിൽ ചെന്ന് ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല ആഗോളതലത്തിൽ പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ, ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ ആഗോളതലത്തിൽ തുറന്നു കാണിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതായത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയാൽ ആദ്യം തന്നെ പാകിസ്ഥാൻ ഞങ്ങൾ നിഷ്കളങ്കരാണ് എന്നൊരു ധാരണ വരുത്തി തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്തവണയോ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു പോയി. ഇന്ത്യ വളരെ സ്പഷ്ടമായിട്ട് ഡിജിറ്റൽ തെളിവുകൾ നടത്തി, അല്ലെങ്കിൽ ഉപഗ്രഹ സംവിധാനങ്ങളുടെ തെളിവുകൾ കണ്ടെത്തി അത് ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചു. ഇത്തവണ ആഗോളതലത്തിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിന് ഇന്ത്യ തയ്യാറല്ല, ഒരു കാരണവശാലും തയ്യാറല്ല എന്നുകൂടി പറയാൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ശരി, നന്ദി ശ്രീജിത്ത്.